സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ കുര്യാക്കോസ് ചാവറയുടെ തിരുനാൾ ദിനം ആഘോഷിക്കുമ്പോൾ ചാവറ മിനിസ്ട്രി പേരിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പുണ്യദിനമാണ്. ദൈവം ദാനമായി നൽകിയ തന്റെ ജീവിതം ഏറെ തീക്ഷ്ണതയോടെ ദൈവജനത്തിനായി ചിലവഴിച്ച വിശുദ്ധ ചാവറയച്ചൻ 1805 ഫെബ്രുവരി 10 കൈനകരി ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിൽ ഭൂജാതനായി. സ്കൂളുകളൊന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ആകെയുണ്ടായിരുന്ന ഒരു ആശാൻ കളരിയിൽ വിദ്യാഭ്യാസം ചെയ്തു. 5 വർഷം കൊണ്ട് മലയാളം, തമിഴ്, സംസ്കൃതം, കണക്ക്, ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് എന്നിവ അദ്ദേഹം കരസ്ഥമാക്കി. 11-ാം വയസ്സിൽ പാലയ്ക്കൽ തോമ മൽപ്പാനച്ചന്റെ നിർദ്ദേശമനുസരിച്ച് പള്ളിപ്പുറം സെമിനാരിയിൽ പ്രവേശിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളുടെയും ഏക സഹോദരന്റെയും നിര്യാണത്തിൽ വൈദിക വൃത്തി ഉപേക്ഷിച്ച് മടങ്ങി വരുവാൻ ബന്ധുക്കൾ നിർബന്ധിച്ചപ്പോൾ കർത്താവിൽ അഭയം തേടി ശക്തി പ്രാപിച്ച് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എന്ന് പറഞ്ഞ് എല്ലാ അവകാശങ്ങളും അദ്ദേഹം വിട്ടുപേക്ഷിച്ചു. സർവശക്തനായ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഉള്ള ആഴമേറിയ വിശ്വാസവും ധൈര്യവും തന്റെ വൈദിക വൃത്തി തുടർന്നു കൊണ്ടുപോകാൻ ശക്തി നൽകി. 14 വർഷത്തെ പഠനത്തിന്റെയും പരിശീലനത്തിന്റെയും ഫലമായി വിജ്ഞാനത്തിലും വിശുദ്ധിയിലും സേവന മനസ്ഥിതിയിലും വളർന്നു വന്ന അദ്ദേഹം 1829 24-ാമത്തെ വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു. 40 വർഷക്കാലം വിവിധ തുറകളിൽ തിരുസഭാ സേവനവും സമുദായ സേവനവും കാഴ്ചവെച്ച ഭക്തികർമ്മയോഗിയായ വാഴ്ത്തപ്പെട്ട ചാവറ പിതാവ് 1871 ജനുവരി 3 ദിവംഗതനായി. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ 1986 ഫെബ്രുവരി 8 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനെന്ന് പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 വിശുദ്ധനെന്ന് പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിക്കുകയുണ്ടായി. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും പ്രത്യേകമായി ക്രിസ്ത്യാനി കുടുംബങ്ങളെ വിദ്യാസമ്പന്നരായ പ്രബുദ്ധ ജനമാക്കുന്നതിന് ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് പള്ളിയോടനുബന്ധിച്ച് സ്കൂളുകൾ പണിയാൻ അദ്ദേഹം ഉത്സാഹനായി. മാന്നാനത്ത് സംസ്കൃത സ്കൂൾ, ഹരിജൻ കത്തോലിക്കർക്ക് പ്രത്യേകം ഒരു സ്കൂൾ ഇവ സ്ഥാപിക്കുവാനും കത്തോലിക്കർക്ക് ജ്ഞാനപീയൂഷം നൽകുന്നതിന് മലയാള ഗ്രന്ഥങ്ങൾ അടിക്കുവാനുള്ള പ്രസ് നിർമ്മിക്കുവാനുള്ള കരുത്തും ഉൾക്കാഴ്ചയും ഉന്മേഷവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. റോക്കോ ശീശ്മയിൽ നിന്ന് കേരള സഭയെ സംരക്ഷിക്കുവാനും കേരള സ്ത്രീകൾക്കായി ഒരു പുണ്യസങ്കേതം ആരംഭിക്കുവാനും അവർക്ക് ആധ്യാത്മിക, സാംസ്കാരിക, ഭൗതിക മാനങ്ങളിൽ രൂപീകരണം കൊടുക്കുവാനും കഠിനാധ്വാനം ചെയ്ത വിശുദ്ധ ചാവറയച്ചന്റെ പ്രേക്ഷിത തീക്ഷ്ണത അന്യാദൃശ്യം തന്നെയാണ്. നമുക്ക് ഈ സമയം വിശുദ്ധ ചാവറ പിതാവിന്റെ വലിയ നന്മകളെ ഓർത്തുകൊണ്ട് അവിടുത്തെ അപദാനങ്ങൾ നമുക്ക് പാടിപ്പുകഴ്ത്താം. അണയുന്നു ഞങ്ങൾ ചാവറയച്ച പുണ്യതാര, നന്മകൾ വർഷിച്ച് ധന്യരാക്കിയിടുക കർമ്മലാരാമത്തിൻ വെൺമലരേ, കർമ്മലാരാമത്തിൻ വെൺമലരേ. മലയാള നാട്ടിൽ ആധ്യാത്മഗീതിയാൽ പുണ്യപീയൂഷം പകർന്നവനേ, മലയാള നാട്ടിൽ ആധ്യാത്മഗീതിയാൽ പുണ്യപീയൂഷം പകർന്നവനേ, പുണ്യ ചൈതന്യത്തിൻ വന്നരേക്കളാൽ ഈ ഭൂവിന് നവ്യകാന്തിയേകൂ. അഞ്ജലിബദ്ധരാൽ അണയുന്നു ഞങ്ങൾ ചാവറയച്ച പുണ്യതാത, നന്മകൾ വർഷിച്ച് ധന്യരാക്കിയിടുക കർമ്മലാരാമത്തിൽ വെൺമലരേ, കർമ്മ
രാമത്തിൻ വെൺമലരെ അലകളുയർന്നൊരു സഭയെ നയിച്ച കന്മനിരതനം യോഗിവര്യ അലകളുയർന്നൊരു സഭയെ നയിച്ച കന്മനിരതനം യോഗിവര്യ ജീവിത പാതയിൽ ഞങ്ങൾ ഇടറുമ്പോൾ നയിച്ചിടണേ എന്നും യേശുപാദേ അഞ്ജലിബദ്ധരായി അണയുന്നു ഞങ്ങൾ ചാവറയച്ച പുണ്യതാത നന്മകൾ വർഷിച്ചു ധന്യരാക്കിയിടുക കർമ്മലാരാമത്തിൻ വെൺമലരെ കർമ്മലാരാമത്തിൻ വെൺമലരെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനെന്ന് വൈദികരും ജനങ്ങളും പറയുകയും അങ്ങനെ ആദരിക്കപ്പെടുകയും ചെയ്ത ഒരു പുണ്യപുരുഷനായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ഓടി നടന്ന് നന്മ ചെയ്തപ്പോഴും പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടിയതും ഇടവക കുടുംബങ്ങളിലെ വഴക്ക് തീർക്കാൻ അദ്ദേഹം അയക്കപ്പെട്ടതും. ദൈവമാതൃഭക്തിയും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയുമാണ് വിശുദ്ധ ചാവറയച്ചനെ ദൈവിക മനുഷ്യനാക്കി മാറ്റിയ രണ്ട് പ്രധാന ഘടകങ്ങൾ. മാതൃഭക്തി വിശുദ്ധ ചാവറയച്ചന് ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നുമാണ്. അദ്ദേഹത്തിന്റെ അമ്മ പുലർച്ചയ്ക്ക് ഉണർന്ന് കൊന്ത ചൊല്ലുന്നത് ചാവറയച്ചൻ തന്റെ ഡയറി കുറിപ്പിൽ അനുസ്മരിക്കുന്നുണ്ട്. താൻ ശിശുവായിരുന്നപ്പോൾ തന്നെ അമ്മ നന്മ നിറഞ്ഞ മറിയം എന്ന ജപം ചൊല്ലി കൊടുക്കുമായിരുന്നെന്ന് അദ്ദേഹം പറയുമായിരുന്നു. 11ാമത്തെ വയസ്സിൽ സ്വന്തം വീടിനെയും മാതാപിതാക്കളെയും വിട്ട് സെമിനാരിയിൽ എത്തിയപ്പോൾ അവിടുത്തെ മാതാവിന്റെ തിരുസ്വരൂപം തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായും ഇനി മുതൽ നീ എന്റെ സ്വന്തം മകനാണെന്ന് പറയുന്നതായും കൊച്ചു ചാവറയ്ക്ക് അനുഭവപ്പെട്ടു. 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കൈനകരിയിൽ പടർന്നു പിടിച്ച മാരകമായ രോഗം അദ്ദേഹത്തിന്റെ അമ്മയെയും സഹോദരങ്ങളെയും മരണത്തിന് കാരണമാക്കിയപ്പോൾ വേദനിക്കുന്ന ഹൃദയത്തോടെ കൊച്ചു ചാവറ പള്ളിയിൽ കയറി മാതൃസ്വരൂപത്തിന് മുമ്പാകെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനല്ലേ ഇനി മുതൽ നിന്റെ അമ്മ എന്ന സ്വരം കൊച്ചു ചാവറ ശ്രവിക്കുകയുണ്ടായി. അത് വലിയൊരു ആശ്വാസവും ധൈര്യവും പകർന്നു നൽകുകയുണ്ടായി. വൈദികനായതിനു ശേഷവും പല പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ധൈര്യത്തോടെയും വിവേകത്തോടെയും തീരുമാനങ്ങൾ എടുക്കാൻ മാതാവാണ് വിശുദ്ധ ചാവറയെ സഹായിച്ചത്. മല പോലെ വന്ന കാര്യം മാതാവിന്റെ സഹായത്താൽ പൂ പോലെയായി എന്ന് ചാവറയച്ചൻ തന്റെ ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭാ സ്ഥാപന സമയത്തുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളിലും ധനശേഖരണ ആവശ്യങ്ങളിലും മാതാവിന്റെ സഹായം പ്രത്യേകം ലഭിച്ചതായി ചാവറയച്ചൻ പറയുന്നുണ്ട്. സഭാ സ്ഥാപന സമയത്ത് മാതാവിന്റെ നാമം സ്വീകരിക്കുന്നതിൽ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. CMI സഭ അമലോത്ഭവ മാതാവിന്റെ നാമത്തിലും CMC സഭ കർമ്മല മാതാവിന്റെ നാമത്തിലുമാണ് അറിയപ്പെടുന്നത്. നാം സർവേശ്വരന്റെ വിശേഷ കൃപയാൽ ദേവമാതാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ കർമ്മലീത്ത സഭക്കാരായി വിളിക്കപ്പെട്ടു എന്ന് ചാവറയച്ചൻ തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ചാവറയച്ചന്റെ കാവ്യകൃതികളിൽ പ്രധാനപ്പെട്ടത് ആത്മാനുതാപമാണ്. കന്യകാ മാതാവിനെ കുറിച്ച് വർണ്ണിക്കുന്നതിൽ വാചാലനായി തീരുന്ന ചാവറയച്ചനെ നമുക്ക് ഈ കൃതിയിൽ ദർശിക്കാൻ കഴിയും. ഈ പുതുവർഷത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ നമുക്ക് സമർപ്പിക്കാം. ഈ വർഷത്തിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലയും നിയോഗം വെച്ച് ചൊല്ലുന്നതിനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയോട് പറയണം,
ഞാൻ ചൊല്ലിയ ഈ ജപമാല ഇന്ന വ്യക്തി, അതായത് മക്കളോ ബന്ധുക്കളോ ആരു തന്നെയായാലും അവരുടെ കഴുത്തിൽ അണിയിച്ച് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ അവർക്ക് ക്ഷമിച്ച് സ്നേഹിക്കാനുള്ള കൃപ നൽകണമെന്നോ, അല്ലെങ്കിൽ രോഗസൗഖ്യം നൽകണമെന്നോ നമുക്ക് പ്രാർത്ഥിക്കാം. ഉദാഹരണമായി, ഒട്ടും വിശ്വാസമില്ലാതെ ജീവിച്ച ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടായപ്പോൾ ആരുടെയോ സഹായത്താൽ ധ്യാന കേന്ദ്രത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു കൗൺസിലർ പറഞ്ഞു, നിന്റെ കഴുത്തിൽ കുറെ കൊന്ത കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഒരിക്കലും കൊന്ത ചൊല്ലിയിട്ടില്ലെന്ന്. പക്ഷെ ആ വ്യക്തിയുടെ അമ്മ ഓരോ കൊന്തയും ഇതുപോലെ മാതാവിന്റെ നിയോഗം വെച്ച് ആ മകന്റെ കഴുത്തിൽ അണിയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് വലിയൊരു അനുഭവമായി അവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതുപോലെ നമ്മളും ദിവസവും അനുദിനവും കൊന്ത ചെല്ലുമ്പോൾ നമുക്ക് നിയോഗം കാഴ്ചവെക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക ദൈവമാതൃഭക്തി പോലെ തന്നെ വിശുദ്ധ ചാവറ കുര്യാക്കോസിൽ വിളങ്ങിയിരുന്ന മറ്റൊരു സുഹൃതമാണ് ദിവ്യകാരുണ്യ ഭക്തി. വിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിക്കുക, വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിരവധി പ്രാവശ്യം വിസീത നടത്തുക, ഇവ രണ്ടും ചാവറയച്ചന്റെ അനുദിന ജീവിതത്തിലെ നിർബന്ധ പരിപാടികളായിരുന്നു. അൾത്താരയിൽ മുറിക്കപ്പെടുന്ന ദിവ്യ കുഞ്ഞാടിനെ തന്റെ ആത്മാവിന്റെ ഭോജനമായിട്ടാണ് ചാവറ പിതാവ് കണ്ടത്. അതോടൊപ്പം പാപമാകുന്ന രോഗം തന്റെ ആത്മാവിനെ കാർന്നു തിന്നുമ്പോൾ, മുറിവേൽപ്പിക്കുമ്പോൾ സൗഖ്യം പകരുന്ന ദിവ്യ ഔഷധമായും അദ്ദേഹം അതിനെ ദർശിച്ചു. ഈ ആത്മീയ ഭോജനം ലഭിക്കാത്ത സന്ദർഭങ്ങൾ പട്ടിണിക്ക് സമമായിട്ടാണ് അദ്ദേഹം കണ്ടത്. ക്രൈസ്തവ ജീവിതത്തിന്റെ അന്തരാത്മാവ് പരിശുദ്ധ കുർബാനയിൽ കണ്ടെത്തിയ ചാവറ പിതാവ് ഈ പരിശുദ്ധ കൂദാശയുടെ ഫലം എല്ലാവരും അറിയണമെന്നും അനുഭവിക്കണമെന്നും ആഗ്രഹിച്ചു. പരിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം മറ്റേതൊരു ഭക്തി കൃത്യങ്ങളെക്കാളും ഉത്കൃഷ്ടമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാന പരിക്രമം ചെയ്യുവാനും അതിൽ സംബന്ധിക്കുവാനും അദ്ദേഹം ഉത്സുകനായിരുന്നു. രോഗാവസ്ഥയിലായിരുന്നപ്പോഴും ജീവിതത്തിന്റെ അന്ത്യനാളുകളിലും ഇതിനൊരു കുറവും അദ്ദേഹം വരുത്തിയില്ല. അദ്ദേഹത്തിന് കുർബാന ചെല്ലാൻ ശേഷിയില്ലാതിരുന്ന അവസരത്തിൽ മറ്റു വൈദികർ അത് ചെല്ലുന്നതിൽ സംബന്ധിക്കുവാൻ കുർബാന കാണാവുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഇരുത്തുവാൻ ശുശ്രൂഷകരോട് അദ്ദേഹം പറയുമായിരുന്നു. മറ്റു യാത്രകളൊന്നും ചെയ്യാൻ പാടില്ലാതെ കണ്ണിൽ സുഖമില്ലാതെ രോഗിയായി കിടന്ന അവസരത്തിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധാരാളം അദ്ദേഹം ധ്യാനിക്കുകയും ചെയ്തിരുന്നു. സ്വജീവിതത്തിൽ അനുഭവിച്ച ഈ അനുഗ്രഹത്തിന്റെ നീർച്ചാലിനെ എല്ലാവരും അറിയണമെന്നും അനുഭവിക്കണമെന്നും ആഗ്രഹിച്ച അദ്ദേഹം കുടുംബങ്ങൾക്കുള്ള കത്തിൽ ഇപ്രകാരം നിർദ്ദേശിക്കുന്നു: കഴിയുന്നതായാൽ ദിവസം തോറും കുർബാന കാണുക. എന്നാൽ ഇത് പ്രയാസമെങ്കിൽ തിങ്കളാഴ്ച മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയും വെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഭക്തിക്കായിട്ടും ശനിയാഴ്ച ദൈവമാതാവിന്റെ വ്യാകുലത്തിന്റെ ഭക്തിക്കായിട്ടും കുർബാന കാണുക. എന്നാൽ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കുർബാന കാണാൻ സാധിക്കാത്ത പക്ഷം ഓരോ ദിവസവും ഓരോരുത്തെങ്കിലും മാറി മാറി കുർബാന കണ്ടിരിക്കണം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാപസങ്കീർത്തനം ചെയ്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഒരു കാരണവശാലും ഞായറാഴ്ച ദിവ്യബലിയിൽ പങ്കെടുക്കാതിരിക്കരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസികളൊന്നാകെ ഈ അതുല്യ കൂദാശയുടെ ഫലം അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചാവറ പിതാവ് അതിനായി നടത്തിയ പ്രയത്നങ്ങൾ പലതാണ്. വിശുദ്ധ കുർബാനയുടെ വാഴ്വ്, ആദ്യ വെള്ളിയാഴ്ചത്തെ തിരുമണിക്കൂർ, 13 മണിക്കൂർ ആരാധന, 40 മണി ആരാധന, വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. 40 മണി ആരാധനയ്ക്കുള്ള ക്രമം എന്താണെന്നും വ്യക്തമായി അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കൃത്യമായും വ്യക്തമായും പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും അദ്ദേഹം എഴുതിയുണ്ടാക്കി. ചുരുക്കത്തിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായ പരിശുദ്ധ കുർബാനയെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടും സ്നേഹത്തോടും കൂടെ കാണുവാനും സമീപിക്കുവാനും സ്വാംശീകരിക്കുവാനും ജീവിക്കാനും ജീവിപ്പിക്കാനും സാധിച്ച പരിശുദ്ധ കുർബാനയുടെ ആരാധകനും പ്രേക്ഷിതനുമായിരുന്നു വിശുദ്ധ ചാവറ പിതാവ്. വെറുമൊരു ആചാര പതിവ് പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന നമ്മിൽ
പലർക്കും അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യ ജീവിതം പ്രചോദനവും ശക്തിയും നൽകുമെന്നതിൽ സംശയമില്ല. അദ്ദേഹത്തെ പോലെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി ഉപരിപ്ലവമാകാതെ അതിനെ ജീവിതബന്ധിയും ജീവിതഗന്ധിയുമാക്കി തീർക്കാൻ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദിവ്യകാരുണ്യം എന്ന് പറയുമ്പോൾ സക്രാരിക്കുള്ളിൽ സ്വർണ്ണ കുസ്തോതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തിരുവോസ്തിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. വെളുത്ത മാർദ്ദവമായ ആ ചെറിയ ഗോതമ്പപ്പം ദൈവപുത്രനായ മിശിഹായുടെ ശരീരമാണെന്ന സത്യം പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം വഴി നാം മനസ്സിലാക്കുന്നു. തിരുമുൻപിൽ ആരാധനാ സ്തുതികൾ അർപ്പിക്കുന്നു. ജീവന്റെ അപ്പം എന്നും നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ നിത്യമായ സാന്നിധ്യം എന്നും നാം അതിനെ വിളിക്കുന്നു. അപ്രകാരം വിശ്വസിക്കാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊരു നിഗൂഢ രഹസ്യമാണ്. ഗോതമ്പപ്പം ദൈവപുത്രന്റെ ശരീരമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു. ഈ അപ്പം യോഗ്യതയോടുകൂടെ ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ നേടുന്നു. യോഗ്യതയില്ലാതെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി ഉണ്ടാക്കുന്നു. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വെളിപ്പെടുത്തപ്പെട്ട ഈ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കുന്നു എങ്കിൽ പരിശുദ്ധ കുർബാന ഒരു അനുഭവമായി ഒരിക്കലും മാറുകയില്ല. വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലുള്ള സത്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് കേവലം ബുദ്ധിയുടെ പ്രത്യക്ഷ മാത്രകൾ ഉൾക്കൊള്ളാവുന്നതിലധികമായ അർത്ഥവും വ്യാപ്തിയും കണ്ടെത്താനാവും. പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യമാണ്. ദൈവത്തിന്റെ ദിവ്യമായ കാരുണ്യം. എന്താണ് ദൈവത്തിന്റെ ദിവ്യമായ കാരുണ്യം? നാം പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ്, ദയയാണ് ദൈവത്തിന്റെ ഈ കാരുണ്യം. സ്വപുത്രനെ വരെ ബലിയായി നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തിന്റെ കരുതലിന്റെ പ്രകാശനമാണ് ഈ ദൈവകാരുണ്യം. ദൈവത്തെ നാം ഉപേക്ഷിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ആ വേദന സ്വയം ഏറ്റുകൊണ്ടും നമ്മുടെ പിന്നാലെ നിരന്തരം വരുന്ന സ്നേഹപ്രവാഹമാണ് ഈ ദിവ്യകാരുണ്യം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് ആ സ്നേഹത്തിന്റെ അർത്ഥത്തിന്റെ ആഴം അടങ്ങിയിരിക്കുന്നത്. മനുഷ്യനെ തേടുന്ന ദൈവത്തിന്റെ കാരുണ്യ പൂർണ്ണതയാണ് മിശിഹാനാഥൻ. അവിടുന്ന് കാരുണ്യമാണ്. തന്നെ തന്നെ മനുഷ്യനായി സ്വയം അർപ്പിക്കുവാനും നമ്മോടൊന്നായി അലിഞ്ഞു ചേരാനും ഒരപ്പമായി മാറാൻ തക്കവിധം സ്വയം ശൂന്യമാക്കാനും ദൈവത്വം മാത്രമല്ല മനുഷ്യത്വം പോലും വെടിയാനും സന്നദ്ധമായ കാരുണ്യമാണ് ദിവ്യകാരുണ്യം. ദൈവികമായ ഈ കാരുണ്യത്തിന്റെ ഏറ്റവും ഉദാത്ത രൂപമാണ് വിശുദ്ധ കുർബാന. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ, നമ്മിൽ, നമ്മുടെ മാംസത്തിൽ അലിഞ്ഞു ചേരാൻ തയ്യാറാകുന്ന നിസ്സീമമായ സ്നേഹം. അളവില്ലാത്ത ഈ ദൈവിക സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കൗദാശികമായ രൂപമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കും എന്നത് അപ്പോൾ ദൈവികമായ കാരുണ്യത്തെ ദൈവം മനുഷ്യനോട് പ്രദർശിപ്പിച്ച വലിയ കൃപകളെ, നന്മകളെ അനുസ്മരിപ്പിക്കലാണ്, അല്ലെങ്കിൽ അനുഭവിച്ചറിയലാണ്. നമുക്ക് ഈ സമയം ചാവറേച്ചനോട് ചേർന്ന് അല്പസമയം ഈശോയുടെ തിരുമുൻപിലായിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് തിരുസഭ വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനമാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരുനാളാണ്. ഓരോ ദിവസവും ഈ പ്രയർ ലൈനിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഓരോ മക്കളെയും സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ചാവറ പിതാവ് ഒരു യുഗപുരുഷനായിരുന്നു. ഒരു പുരുഷായുസിൽ ചെയ്യാവുന്നതിലധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തീർത്തു. നാളെ നമ്മുടെ മക്കളൊക്കെ വിദ്യാലയങ്ങളിലേക്ക് പോവുകയാണ് എന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. നാളെ സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലോ. വിശുദ്ധ ചാവറ പിതാവ് വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനാണ്, കുടുംബങ്ങളുടെയും മധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ അമേരിക്കൻ മലയാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികൾക്ക് മുമ്പിൽ വിശുദ്ധ ചാവറയച്ചൻ പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ മക്കൾ വിവാഹം കഴിയാത്ത അവസ്ഥയായിരിക്കാം, യുവാക്കളെ ഓർത്തുള്ള വേദനിക്കുന്ന അവസ്ഥയായിരിക്കാം. ചാവറയച്ചൻ നമ്മുടെ വേദനകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ നമുക്ക് വേണ്ടി ആരംഭിക്കാൻ കാരണമായത്. ഈ സമയം എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. യുവജനങ്ങളെ, വിവാഹം കഴിയാത്ത അവസ്ഥകളെ
തിന്മയുടെ സ്വാധീനം വലയപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, കുടുംബങ്ങൾ, മദ്യപാനത്തിന് പിടിയിൽ അമർന്നിരിക്കുന്ന അവസ്ഥ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ തുറന്ന് പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. അത്ഭുതമായ ശക്തി അവിടുന്ന് പൊട്ടിപ്പറപ്പെടട്ടെ. കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൽ ഈ മക്കളെ അവിടെ നിന്ന് ആശീർവദിക്കുന്നു. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ തിരുരക്തത്താൽ അവിടെ കരി വിശുദ്ധീകരിക്കും. ദൈവശക്തി അവിടെ ഒഴുകട്ടെ. നാളെ മുതൽ വിദ്യാലയങ്ങളിലേക്ക് യാത്രയാവുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ നീ അവിടുന്ന് കാണണമേ. അനുഗ്രഹവും അഭിഷേകമുള്ള മക്കളാക്കി അവിടുന്ന് മാറ്റണമേ. വിശുദ്ധ ചാവറ പിതാവേ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ കാണണമേ. വിവിധങ്ങളായ സ്വഭാവ മക്കളെ നീ കാണണമേ. രോഗത്തിന്റെ പീഡയിൽ അമർന്നിരിക്കുന്ന മക്കളെ നീ കാണണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിൻ ശക്തിയാൽ പൗരോഹിത്യവരകളാൽ അവിടുന്ന് ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ചാവറ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥയും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.